വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ECG സീരീസിൽ ഇത്രയും നാൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ടാക്കിക്കാർഡിയ ഫാമിലിയെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രാഡികാർഡിയ ഫാമിലിയെ കുറിച്ചാണ്. ബ്രാഡികാർഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് നോർമലിൽ നിന്നും കുറയുന്ന അവസ്ഥയാണ്. ഹാർട്ട് റേറ്റ് കുറയുമ്പോൾ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള സയൻസ് ആൻഡ് സിംറ്റംസും ഡിഫറെന്റ് ടൈപ്സിലുള്ള ബ്രാഡികാർഡിയയും അതിനുള്ള ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്നുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബ്രാഡികാർഡിയ ഫാമിലിയിലെ ഫസ്റ്റ് ഫാമിലി മെമ്പേഴ്സ് ആണ് സൈനസ് ബ്രാഡികാർഡിയ, സിക്സ് സൈനസ് സിൻഡ്രം, ഹാർട്ട് ബ്ലോക്സ്. ആദ്യത്തെ രണ്ടു പേർക്കും വേറെ ഫാമിലി മെമ്പേഴ്സ് ഒന്നുമില്ല. എന്നാൽ ഹാർട്ട് ബ്ലോക്കിന് 3 മെമ്പേഴ്സ് ആണുള്ളത്. ഒന്ന് ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്, 2 സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്, 3 തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് അഥവാ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക്. ഇതിൽ സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് 2 ടൈപ്പുകളിലായാണ് കാണുന്നത്. മൊബിറ്റ്സ് 1ഉം മൊബിറ്റ്സ് 2ഉം. ഇതിൽ മൊബിറ്റ്സ് 1 വെങ്കിബാക്ക് എന്ന പേരിലാണ് കൂടുതലായും അറിയപ്പെടുന്നത്. നമ്മുടെ നോർമൽ ഹാർട്ട് റേറ്റ് 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഹാർട്ട് റേറ്റ് 60 ബീറ്റ്സ് പെർ മിനിറ്റിൽ നിന്നും കുറയുന്ന അവസ്ഥയാണ് ബ്രാഡികാർഡിയ. അത്ലറ്റ്സിനും റെഗുലറായി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരിലും ഹാർട്ട് റേറ്റ് കുറവായിരിക്കും. അവർക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടാകാറില്ല. അത് അവരുടെ നോർമൽ ഹാർട്ട് റേറ്റ് ആയിരിക്കും. ഇനി ബ്രാഡികാർഡിയ ഉണ്ടാകാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹാർട്ട് പ്രോബ്ലംസ്, ഹാർട്ട് ടിഷ്യൂ ഡാമേജ്, ഓൾഡർ ഏജ്, ഹൈ ബ്ലഡ് പ്രഷർ, സ്മോക്കിംഗ്, ഹെവി ആൽക്കഹോൾ യൂസ്, ഇല്ലീഗൽ ഡ്രഗ് യൂസ്, സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി. ഇനി നമുക്ക് ബ്രാഡികാർഡിയ ഉണ്ടാകാൻ സാധ്യതയുള്ള കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Heart tissue damage related to aging, heart disease or heart attack, congenital heart defects, inflammation of heart tissue, complications of heart surgery, hypothyroidism, imbalance of electrolytes like potassium or calcium, obstructive sleep apnea, inflammatory heart disease like rheumatic fever, usage of sedatives or opioids, drugs used to treat heart rhythm disorder, high blood pressure and certain mental health disorders, hypothermia, sepsis, athletic heart. ഇനി നമുക്ക് ബ്രാഡികാർഡിയയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് നോക്കാം. ഫറ്റീഗ് ഓർ ഫീലിംഗ് വീക്ക്, ഡിസിനസ് ഓർ ലൈറ്റ് ഹെഡഡ്നെസ്, കൺഫ്യൂഷൻ, ഫെയിന്റിംഗ് ഓർ നിയർ ഫെയിന്റിംഗ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ടയേഴ്സ് ഈസിലി ഡ്യൂറിംഗ് എക്സസൈസ് ആൻഡ് ചെസ്റ്റ് പെയിൻ. ഇതാണ് സൈനസ് ബ്രാഡികാർഡിയയുടെ ECG. ECG സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സൈനസ് നോഡിൽ നിന്നുമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഏജിംഗ് മൂലം സൈനസ് നോഡിന് സംഭവിക്കുന്ന ഡാമേജിനെയാണ് സിക്സ് സൈനസ് സിൻഡ്രം ഓർ ട്രിപ്പിൾസ് എന്ന് പറയുന്നത്. സിക്സ് സൈനസ് സിൻഡ്രത്തിന് പറയുന്ന മറ്റൊരു പേരാണ് സൈനസ് നോഡ് ഡിസ്ഫങ്ഷൻ. സിക്സ് സൈനസ് സിൻഡ്രത്തിന്റെ ECG ആണിത്. ഈ ECGയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫാസ്റ്റ് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റിൽ സഡൻ പോസ് വന്നിരിക്കുന്നത്. അതായത് ECGയിൽ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് അല്ലെങ്കിൽ സ്ലോ ആകാം. ഇടയ്ക്ക് ലോങ് പോസ് സംഭവിക്കും. ഇലക്ട്രിക്കൽ സിഗ്നൽ ഇറഗുലറായി പോസ് ആകുന്ന അവസ്ഥയാണിത്. സിക്സ് സൈനസ് സിൻഡ്രം വന്നാൽ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ലാതെ കുറച്ചുനാൾ പോകുമെങ്കിലും പിന്നീട് ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ പോലുള്ള പല കോംപ്ലിക്കേഷൻസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സിക്സ് സൈനസ് സിൻഡ്രം ഡയഗ്നോസ് ചെയ്യുന്നത് ECG, ഹോൾട്ടർ മോണിറ്ററിംഗ്, ലൂപ്പ് റെക്കോർഡർ, EPS എന്നീ ടെസ്റ്റുകളിലൂടെയാണ്. ട്രിപ്പിൾസിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പെർമനന്റ് പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ ആണ്. ഇത് കാത്തലാബിൽ ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. കാത്തലാബ് സീരീസിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. ഇനി നമുക്ക് ഹാർട്ട് ബ്ലോക്സ് എന്താണെന്ന് നോക്കാം. ഹാർട്ട് ബ്ലോക്സ് 3 ടൈപ്പിലുണ്ട്. ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്, സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്, തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് അഥവാ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക്. ഒത്തിരി നേഴ്സസ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഹാർട്ട് ബ്ലോക്സ് ECGയിൽ കണ്ടാൽ അതിന്റെ ഡിഫറൻസ് മനസ്സിലാകാറില്ല എന്ന്. ആദ്യം നമുക്ക് ഹാർട്ട് ബ്ലോക്സിന്റെ എല്ലാ ECGയും അതിന്റെ സ്പെസിഫിക്കേഷൻസ് പഠിക്കാം. അതിനുശേഷം ഹാർട്ട് ബ്ലോക്സ് ECGയിൽ കണ്ടാൽ എളുപ്പത്തിൽ മനസ്സിലാകാനുള്ള ഐഡിയാസും പറഞ്ഞു തരാം. ഹാർട്ട് ബ്ലോക്സിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ദ ഹാർട്ട് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഇമ്പൾസ് SA നോഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് AV നോഡിൽ എത്തുന്നു. ബണ്ടിൽ ഓഫ് ഹിസിലൂടെ ബണ്ടിൽ ബ്രാഞ്ചസ് വഴി പർക്കിഞ്ചി ഫൈബേഴ്സിലും എത്തുന്നു. ഇമ്പൾസ് AV നോഡിലൂടെ കടന്നു പോകാനുള്ള ഡിലേ ആണ് ഹാർട്ട് ബ്ലോക്ക്. ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ PR ഇന്റർവൽ 0.20 സെക്കൻഡിനേക്കാൾ കൂടുതലായിരിക്കും. അതായത് 1 ബോക്സിനേക്കാൾ കൂടുതൽ. ഇതാണ് ഫസ്റ്റ് ഡിഗ്രി AV ബ്ലോക്കിന്റെ ECG. റിതം റെഗുലർ. PR ഇന്റർവൽ 0.20 സെക്കൻഡിനേക്കാൾ കൂടുതലാണ് അല്ലേ? അപ്പോൾ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്. ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിന്റെ കോസസ് ആണ് വാസോവാഗൽ റിയാക്ഷൻ, സൈഡ് ഇഫക്ട്സ് ഓഫ് മെഡിക്കേഷൻ, കൊറോണറി ആർട്ടറി ഡിസീസ്, മിട്രൽ വാൾവ് സർജറി,
Electrolyte imbalance like hypokalemia and hypomagnesemia, normal variant. സാധാരണയായി ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് എസിംപ്റ്റമാറ്റിക് ആയിരിക്കും. മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെയോ അല്ലെങ്കിൽ അതിന്റെ കോസസ് ട്രീറ്റ് ചെയ്യുമ്പോഴോ റിവേർട്ട് ആകാറുണ്ട്. പേഷ്യൻസിന് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ അട്രോപ്പിൻ ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് നോക്കാം. അത് 2 ടൈപ്പ് ഉണ്ട്, മൊബിറ്റ്സ് 1 or വെങ്കിബാക്ക് ആൻഡ് മൊബിറ്റ്സ് 2. മൊബിറ്റ്സ് 1 or വെങ്കിബാക്കിൽ PR ഇന്റർവൽ പ്രോഗ്രസീവ് ആയി കൂടി വന്നിട്ട് സഡൻ ആയി QRS കോംപ്ലക്സ് ഡ്രോപ്പ് ആകും. മനസ്സിലായോ? ഈ ECG കണ്ടാൽ കൂടുതൽ വ്യക്തമാകും. ഈ ECGയിലെ PR ഇന്റർവൽ ശ്രദ്ധിച്ചോ? പ്രോഗ്രസീവ് ആയി കൂടി വന്നിട്ട് 4th P വേവിന് ശേഷമുള്ള QRS കോംപ്ലക്സ് ഡ്രോപ്പ് ആയി. ഇതാണ് സെക്കൻഡ് ഡിഗ്രി മൊബിറ്റ്സ് 1 or വെങ്കിബാക്ക്. ഈ ECGയിൽ P ആൻഡ് QRS റേഷ്യോ നോക്കുകയാണെങ്കിൽ 4:3 ആയിരിക്കും. അതായത് 4 P വേവും 3 QRS കോംപ്ലക്സും. സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് മൊബിറ്റ്സ് 1ന്റെ കോസസ് ആണ് വാസോവാഗൽ റിയാക്ഷൻ, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, സൈഡ് ഇഫക്ട്സ് ഓഫ് മെഡിക്കേഷൻസ്, മിട്രൽ വാൾവ് സർജറി, ഹൈപ്പർകലീമിയ. സിംറ്റമാറ്റിക് ആണെങ്കിൽ ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് ഇഞ്ചക്ഷൻ അട്രോപ്പിൻ ആണ്. അത് എഫക്റ്റീവ് ആയില്ലെങ്കിൽ ടെമ്പററി പേസ് മേക്കർ ആവശ്യമായി വരാറുണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് മൊബിറ്റ്സ് 2 നോക്കാം. ഇതിൽ PP ഇന്റർവൽ PR ഇന്റർവൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇന്റർമീഡിയന്റ് ആയി QRS കോംപ്ലക്സ് ഡ്രോപ്പ് ആകും. ചിലപ്പോൾ ഫിക്സ്ഡ് ആയി കറക്റ്റ് റേഷ്യോയിൽ ഡ്രോപ്പ് ആകാം, അല്ലെങ്കിൽ വേരി ചെയ്യാം. ബ്ലോക്ക് ബണ്ടിലോക്കിസിന് താഴെയാണെങ്കിൽ വൈഡ് QRS കോംപ്ലക്സും ബ്ലോക്ക് ബണ്ടിലോക്കിസിൽ തന്നെയാണെങ്കിൽ നാരോ QRS കോംപ്ലക്സ് ആയുമാണ് കാണാറ്. ഇനി സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് മൊബിറ്റ്സ് 2ന്റെ കോസസ് എന്താണെന്ന് നോക്കാം. സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ്, മയോകാർഡിയൽ ഇസ്കീമിയ. ഈ ടൈപ്പ് ബ്ലോക്കിൽ നമ്മൾ അട്രോപ്പിൻ കൊടുത്താൽ അത് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്കിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ടെമ്പററി ഓർ പെർമനന്റ് പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. നെക്സ്റ്റ് തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് അഥവാ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക്. ഈ ഒരു ബ്ലോക്കിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നോ അസോസിയേഷൻ ബിറ്റ്വീൻ ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾസ്. അതായത് P വേവും QRS കോംപ്ലക്സും തമ്മിൽ ഒരു കോറിലേഷൻസും ഉണ്ടാവുകയില്ല. ഇതാണ് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്കിന്റെ ECG. വെൻട്രിക്കുലർ റേറ്റിനേക്കാൾ കൂടുതൽ ഏട്രിയൽ റേറ്റ് ആയിരിക്കും ECGയിൽ കാണിക്കുക. ഇനി നമുക്ക് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്കിന്റെ കോസസ് നോക്കാം. ഇൻഫീരിയർ വാൾ MI, AV ബ്ലോക്കിംഗ് മെഡിക്കേഷൻസ്, ഡീജനറേഷൻ ഓഫ് കണ്ടക്ഷൻ സിസ്റ്റം. കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്കിൽ ഇഞ്ചക്ഷൻ അട്രോപ്പിൻ എഫക്റ്റീവ് ആകാറില്ല. അതിനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രാൻസ്ക്യൂട്ടേനിയസ് പേസിംഗ്, ടെമ്പററി പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ ആൻഡ് പെർമനന്റ് പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. ഹാർട്ട് ബ്ലോക്സ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി ഒരു കഥയിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഈ പറയാൻ പോകുന്ന കഥ ശ്രദ്ധിച്ചു കേട്ടോളനെ. അതായത് P എന്ന പേരുള്ള ഒരു പെൺകുട്ടിയും QRS എന്ന പേരുള്ള ആൺകുട്ടിയും കല്യാണം കഴിച്ചു. അവരുടെ കല്യാണത്തിനൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ QRS പതിവ് പോലെ ജോലിക്ക് പോകാൻ തുടങ്ങി. P വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് QRSന് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി ഇങ്ങനെ കാത്തിരിക്കും. QRS എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് 8 മണിയാകുമ്പോൾ വീട്ടിലെത്തും. അങ്ങനെ അവർ സന്തോഷത്തോടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചു. അതിനുശേഷം പതിവ് പോലെ നമ്മുടെ P ഫുഡൊക്കെ ഉണ്ടാക്കി ഹസ്ബൻഡിനെ കാത്തിരിക്കുകയായിരുന്നു. 8 മണിക്ക് എത്തേണ്ട QRS അന്ന് ഫ്രണ്ട് സർക്കിളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയത് 9 മണിക്കാണ്. Pക്ക് കുറച്ച് വിഷമമായെങ്കിലും ഒന്നും പറഞ്ഞില്ല. നെക്സ്റ്റ് ഡേയും QRS വീട്ടിലെത്തിയത് 9 മണിക്കാണ്. അങ്ങനെ പതിവായി താമസിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ Pക്ക് നല്ല വിഷമാകാൻ തുടങ്ങി. നമ്മുടെ Pയുടെ മുഖത്തെ വിഷമം കണ്ടപ്പോൾ QRSന് കാര്യം മനസ്സിലായി. നെക്സ്റ്റ് ഡേ മുതൽ 8 മണിക്ക് തന്നെ ജോലി കഴിഞ്ഞ് വരാൻ തുടങ്ങി. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്. ഈ ECGയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും QRSനെ കാത്തിരിക്കുന്ന Pയെയും 9 മണിക്ക് വീട്ടിലെത്തുന്ന QRSനെയും. അങ്ങനെ നമ്മുടെ Pയുടെയും QRSന്റെയും സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറിയും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ QRS 8 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതിന് പകരം 9 മണിക്ക് വന്നു. നെക്സ്റ്റ് ഡേ 10 മണി, പിന്നെ അത് 11 മണിയായി. 4th ഡേയിൽ QRS വീട്ടിൽ വന്നില്ല. നമ്മുടെ P ആകെ പേടിച്ചു പോയി. നെക്സ്റ്റ് ഡേയിൽ QRS 9 മണിക്ക് വീട്ടിലെത്തി. അങ്ങനെ പ്രോഗ്രസീവായി താമസിക്കുകയും ഒരു ദിവസം വീട്ടിൽ വരാതിരിക്കാനും തുടങ്ങിയപ്പോൾ നമ്മുടെ Pക്ക് ആകെ ദേഷ്യമായി. ചെറിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ P QRSനെ ചെറുതായെന്ന് ഉപദേശിച്ചപ്പോൾ തന്നെ QRS ഓക്കെ ആയി. QRS ഡ്യൂട്ടി കഴിഞ്ഞ് പതിവ് പോലെ 8 മണിക്ക് തന്നെ വരാൻ തുടങ്ങി. ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് മൊബിറ്റ്സ് 1 or വെങ്കിബാക്ക്. ഈ ECGയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും QRSനെ കാത്തിരിക്കുന്ന Pയെയും 9 മണി, 10 മണി, 11 മണി എന്നിങ്ങനെ താമസിച്ചു വരികയും ഒരു ദിവസം വീട്ടിൽ വരാതിരിക്കുകയും ചെയ്യുന്ന QRSനെ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ QRS വീണ്ടും താമസിച്ചു വരാൻ തുടങ്ങി. QRS 9 മണിക്ക് വീട്ടിലെത്തും. ചില ദിവസങ്ങളിൽ വീട്ടിൽ വരാറില്ല.
ഈ പ്രാവശ്യം ഒരു പ്രത്യേകതയുള്ളത് കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും വീട്ടിലെത്തുന്ന ദിവസങ്ങളിൽ 9 മണിക്ക് തന്നെ എത്തും. ചില ദിവസങ്ങളിൽ വീട്ടിലെത്താറുമില്ല. ഇത്രയും ആയപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങി. പിയുടെയും QRSന്റെയും വീട്ടുകാരുടെ ഇടപെടലിനൊന്നും പ്രശ്നം തീരില്ലാന്ന് കണ്ടപ്പോൾ കൗൺസിലറായ പേസ് മേക്കറിനെ കാര്യമേൽപ്പിച്ചു. പേസ് മേക്കർ 2-3 ദിവസത്തെ കൗൺസിലിംഗിലൂടെ QRSനെ ഓക്കെയാക്കി. ഈ ECGയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും QRSനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന PAയും വീട്ടിൽ എത്തുന്ന ദിവസങ്ങളിൽ 9 മണിക്ക് എത്തുകയും ഇടയ്ക്കിടെ വീട്ടിലെത്താതിരിക്കുകയും ചെയ്യുന്ന QRSനെയും. അവരുടെ 3rd വെഡിങ് ആനിവേഴ്സറിക്ക് ശേഷം പ്രശ്നം വീണ്ടും വഷളായി. നമ്മുടെ Pക്ക് ദേഷ്യം വന്നു തുടങ്ങി. അതിനുശേഷം QRS വീട്ടിൽ വന്നു പോകുന്നത് P ശ്രദ്ധിക്കാതെയായി. അപ്പോൾ നമ്മുടെ Pയുടെയും QRSന്റെയും വീട്ടുകാർക്ക് മനസ്സിലായി നമ്മുടെ കൗൺസിലറായ പേസ് മേക്കറിനെ വീട്ടിൽ സ്ഥിരമായി നിർത്തേണ്ട ആവശ്യമുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ കൗൺസിലറായ പേസ് മേക്കർ Pയുടെയും QRSന്റെയും വീട്ടിൽ അവർക്ക് ആവശ്യമുള്ളപ്പോൾ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് സ്ഥിര താമസക്കാരനായി. അങ്ങനെ നമ്മുടെ Pയും QRSും ആദ്യത്തേതുപോലെ തന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. ഈ ECGയിൽ വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാം Pയുടെയും QRSന്റെയും റിലേഷൻ. ഹാർട്ട് ബ്ലോക്സിന്റെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായോ? ഇതിന് കൂടുതലായ ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എളുപ്പ വഴിയിലൂടെ ECG പഠിക്കുന്നതിനായി വിമല വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ ബൈ.